ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ആർക്കനെക്സ്. ഇറ്റ്സ് മീ വടകൻ. മക്കളെ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നവോദയ സ്കൂൾസിൽ എങ്ങനെ പഠിക്കാം ഈസി ആയിട്ടുള്ള 3 അടിപൊളി ട്രിക്കുകളുമായിട്ടാണ് വടകൻ സാർ ഇന്ന് വന്നിട്ടുള്ളത്. സാറെ കൂടെ നിൽക്കുക. സോ ഈ വീഡിയോയുടെ ലാസ്റ്റ് വരെ കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ 5 മുതൽ +2 വരെ പഠിക്കുന്ന എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. നല്ല അടിപൊളിയായിട്ടുള്ള കോണ്ടന്റ്സ്, നിങ്ങളുടെ സ്കോളർഷിപ്പ് അപ്ഡേറ്റ്സ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കേരള സ്റ്റേറ്റ് ലെവലും അതുപോലെ തന്നെ നാഷണൽ ലെവലായിട്ടുള്ള കുറേ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും ഒക്കെ നമ്മൾ നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും മക്കളെ. സോ ഇവിടെ ശ്രദ്ധിച്ചോളാം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നവോദയ സ്കൂൾസിനെ കുറിച്ചാണ്. നവോദയ സ്കൂൾസിന്റെ അഡ്മിഷൻ ടെസ്റ്റ് അഥവാ എൻട്രൻസ് ടെസ്റ്റിലേക്ക് നിങ്ങൾ സെറ്റാക്കി വെക്കേണ്ട 3 ടിപ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ബേസിക്കലി നമ്മൾ പറഞ്ഞതാണ്, പലവട്ടം നമ്മൾ പറഞ്ഞതാണ് എന്താണ് നവോദയ സ്കൂൾസ്, അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പത്തുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞതാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 3 ട്രിക്സ് എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം. സോ ബേസിക്കലി നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ എക്സാമിൽ വരാൻ പോകുന്ന ടോപ്പിക്കുകൾ അല്ലെങ്കിൽ ഏതൊക്കെ സെക്ഷനുകളായിട്ടാണ് എക്സാം നടക്കാൻ പോവുക എന്നുള്ളതാണ്. സോ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും മേജർ പാർട്ട് എന്ന് പറയുന്നത് മാറ്റ് ആണ്, മെന്റൽ എബിലിറ്റി ടെസ്റ്റ് ആണ്. സോ ഈ ഒരു ഭാഗത്തിനായിരിക്കും നല്ലൊരു ഭാഗം വെയിറ്റേജും എക്സാമിന് എന്താക്കാൻ പോകുന്നത്, കൊടുക്കാൻ പോകുന്നത്. നെക്സ്റ്റ് രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ പലവട്ടം പറഞ്ഞതാണ്, അരിത്തമെറ്റിക് ടെസ്റ്റ് എന്ന് പറയും. മാത്തമാറ്റിക്സ് ആണ്, പക്ക മാത്സ് ആണ്, പക്ഷെ അതിനൊരു പേരിട്ട് വിളിക്കാറുണ്ട്. അതാണ് എന്തെന്ന് പറയുന്നത്, അരിത്തമെറ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ലാംഗ്വേജ് ടെസ്റ്റ്, ദാറ്റ് ഈസ് LT എന്നാണ് നമ്മൾ അതിനെ പറയാറുള്ളത്. സോ ഈ 3 മേഖലയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങളുടെ നവോദയ എൻട്രൻസ് എക്സാമുകൾ നിങ്ങൾ കാണാൻ പോകുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ദ ഫസ്റ്റ് ട്രിക്ക് ആണ്. ഒന്നാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത്, നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ സിലബസിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധ്യത്തോടു കൂടി പഠിപ്പിക്കുക. വെറുതെ എന്തൊക്കെയോ കുട്ടീനായിട്ട് പഠിപ്പിച്ച് മാറ്റ് എന്ന് പറഞ്ഞിരിക്കണേ. ഏത് മാറ്റ്, എവിടുത്തെ മാറ്റ്, എന്താണ് ഈ കുട്ടിക്ക് കൊടുക്കേണ്ട സിലബസ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാതെ നിങ്ങൾ കുട്ടീനെ പഠിപ്പിക്കാൻ നിൽക്കരുത്. മാറ്റ് എന്ന് പറയുമ്പോൾ NMMSന്റെ മാറ്റ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ വേറെ എക്സാമുകളിലേക്ക് USSന് പോവുകയാണെങ്കിൽ USSന് മാറ്റ് വരും, ചിലപ്പോൾ LSSലേക്ക് പോകുമ്പോൾ LSSന് മാറ്റ് വരും, ഒളിമ്പ്യാഡ്സിലേക്ക് പോകുമ്പോൾ ഒളിമ്പ്യാഡ്സിന് മാറ്റ് വരും. ആ മാറ്റിന്റെ സിലബസ് ഒന്നും വെച്ച് നമ്മുടെ കുട്ടീനെ നമ്മൾ പഠിപ്പിക്കാൻ പാടില്ല. നവോദയ സ്കൂൾസിന് എൻട്രൻസ് എക്സാമിലേക്ക് എന്താണോ അവിടെ കൊടുത്തിരിക്കുന്ന കുട്ടിക്ക് പഠിക്കേണ്ട സിലബസ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ ഒരു സിലബസ് കുട്ടിയെ പഠിപ്പിക്കാൻ ശ്രമിക്കണം. സോ മാറ്റിന്റെ കാര്യത്തിൽ വരുന്ന സമയത്ത് നമുക്ക് അതിൽ വരുന്ന സിലബസുകളെ കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ പഠനം നടത്തി, നമുക്ക് ഏകദേശം 10ഓളം സിലബസുകളാണ് നമുക്ക് വരുന്നത്. 10ഓളം സിലബസിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധ്യത്തോടു കൂടി നമ്മൾ ഒരു ഡെയിലി 5 to 10 ക്വസ്റ്റ്യൻസ് കുട്ടീനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഡെയിലി ഒരു 5 ക്വസ്റ്റ്യൻ, 10 ക്വസ്റ്റ്യൻ മാറ്റ് ചെയ്യിപ്പിക്കുക. ഇനി നിങ്ങൾ നവോദയ സ്കൂളിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ കൂടി എൻ്റെ രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, കുട്ടികളെ ഡെയിലി മാറ്റ് പ്രോബ്ലംസ് സോൾവ് ചെയ്ത് പഠിപ്പിക്കുന്നതിലൂടെ അവരുടെ മെന്റൽ എബിലിറ്റി, അവരുടെ ലോജിക്കൽ തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ് ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നുള്ളതാണ്. സോ എൻ്റെ മക്കൾ ശ്രദ്ധിക്കുക, എൻ്റെ പാരൻസ് ശ്രദ്ധിക്കുക, ഡെയിലി നവോദയ സ്കൂൾസിന് വേണ്ടി എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടി ഒരു 5 to 10 മാറ്റ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. രണ്ടാമത് ഞാൻ പറയുന്നു, AT കുറിച്ച് പറയുന്ന സമയത്ത് ATയിൽ കുറേ ഷോർട്ട് കട്ട്സ് ഉണ്ട്. മാത്തമാറ്റിക്സിൽ ഓരോ കാര്യങ്ങളും ചെയ്യാൻ കുറേ ഷോർട്ട് കട്ട്സ് ഉണ്ട്. ആ ഷോർട്ട് കട്ട്സിനൊക്കെ മാക്സിമം എന്താക്കുക, നമ്മൾ ചെയ്ത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആസ് വെൽ ആസ് സ്പീഡ്. മാത്തമാറ്റിക്സിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ കുട്ടിക്കുള്ള സ്പീഡ് എന്ന് പറയുന്നത് ഇറ്റ് മാറ്റേഴ്സ്. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, നമ്മൾ മൾട്ടിപ്ലൈ ഒക്കെ ചെയ്ത് വരുമ്പോഴേക്കും അല്ലെങ്കിൽ നമ്മൾ ആഡ് ചെയ്ത് വരുമ്പോഴേക്കും ബാക്കിയുള്ളവർ നമ്മളെ മുന്നിൽ ഓടിപ്പോവും. അതിനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കരുത്. മാക്സിമം സ്പീഡായിട്ട് പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കുട്ടികളെ സെറ്റാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ആൻഡ് ലാസ്റ്റ് ടോപ്പിക് LTക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഡെയിലി ഒരു 20 മിനിറ്റ്സ് നമ്മുടെ മക്കളെ കൊണ്ട് നല്ലതുപോലെ പത്രമാണെങ്കിലും മറ്റ് സംഭവങ്ങളാണെങ്കിലും ബുക്സ് ആണെങ്കിലും ഒക്കെ വായിപ്പിക്കുക എന്നുള്ളതാണ്. വായനാശീലം കൃത്യമായിട്ടുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മാത്രമേ LT നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ മൂവിങ് ടു ദ സെക്കൻഡ് ട്രിക്ക്, മുൻ വർഷത്തെ പരീക്ഷ പേപ്പറുകൾ അഥവാ ചോദ്യ പേപ്പറുകൾ പരിശീലിപ്പിക്കുക. അതായത് ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ള 2019 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ കൃത്യമായിട്ട് നമ്മുടെ കുട്ടികളെ കൊണ്ട് വർക്കൗട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ 5 മുതൽ 10 വർഷം വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ അടിപൊളിയായിട്ട് എന്താക്കുക, വർക്കൗട്ട് ചെയ്യിപ്പിക്കുക. കുട്ടിയെ കൊണ്ട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്ക്, അതായത് കുട്ടിക്ക് കൃത്യമായിട്ടുള്ള എക്സാമുകൾ കണ്ടക്ട് ചെയ്ത് അതിന്റെ ടൈം ലിമിറ്റേഷൻ കൃത്യമായിട്ട് കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കുക. ഈ സമയം കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി അതിങ്ങനെ ആടിപ്പാടി ഒരു 3-4 ദിവസം കൊണ്ട് എഴുതി തീർക്കുന്ന ഒരു സിസ്റ്റം ഉള്ള കുട്ടിയാണെങ്കിൽ ഒരിക്കലും നവോദയ സ്കൂൾസ്
സ്കൂൾസിലേക്ക് കിട്ടാൻ പോകുന്നില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൃത്യമായിട്ടുള്ള സമയം പാലിച്ചുകൊണ്ട് അതിന്റെ ടൈം കറക്റ്റ് ഡ്യൂറേഷൻ എടുത്തുകൊണ്ട് എക്സാം നടത്തുക. അതിലൂടെ കുട്ടിക്ക് പരീക്ഷയുടെ മാതൃക കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അത് കൃത്യമായിട്ട് കുട്ടീനെ മനസ്സിലാക്കിയെടുക്കുക. നെക്സ്റ്റ് എന്താണോ കുട്ടിക്ക് അവിടെ വന്ന തെറ്റുകൾ, ആ തെറ്റ് കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് ഈ മിസ്റ്റേക്കിനെ സോൾവ് ചെയ്ത് അടുത്ത എക്സാമിലേക്ക് വരുമ്പോൾ അടുത്തതിൽ ഫുൾ മാർക്ക് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഓപ്ഷൻസ് കുട്ടിക്ക് കണ്ടുകൊടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. ആൻഡ് ദ ലാസ്റ്റ് ട്രിക്ക്, മോക്ക് ടെസ്റ്റുകൾ എഴുതുക. മോക്ക് ടെസ്റ്റുകൾ എഴുതുക എന്ന് പറയുന്ന സമയത്ത് മോക്ക് എക്സാം എന്ന് പറയുമ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വീക്കിലി വൺസ് എങ്കിലും കുട്ടിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് വെച്ച് ചെയ്താലും മതി. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കുട്ടികളെ കൊണ്ട് എക്സാം അറ്റൻഡ് ചെയ്യിപ്പിക്കാം. എക്സാം കൃത്യമായിട്ട് കുട്ടി അറ്റൻഡ് ചെയ്യണം. എക്സാമിന്റെ ടൈം ഷെഡ്യൂൾ നമ്മൾ കൃത്യമായിട്ട് പാലിക്കണം. കുട്ടിക്ക് എക്സ്ട്രാ ടൈം കൊടുക്കരുത്, ടൈം കുറച്ച് കൊടുക്കരുത്. കൃത്യമായിട്ട് എത്ര ടൈമാണുള്ളത് അത് വെച്ച് കുട്ടീനെ കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കുട്ടിക്ക് നല്ലൊരു റിസൾട്ടിലേക്ക് എത്താൻ പറ്റും. നമ്മുടെ നവോദയ സ്കൂൾസിലേക്കുള്ള അഡ്മിഷന് നമ്മളെ സഹായിക്കുന്ന ഒരു പോയിന്റ് തന്നെയാണ് ഈ പറയുന്ന 3 ട്രിക്കുകൾ എന്ന് പറയുന്നത്. സോ എൻ്റെ മക്കളോട് ഞാൻ വീണ്ടും പറയുന്നു, സ്ഥിരമായിട്ടൊരു 2 മണിക്കൂർ വീതം എൻ്റെ മക്കളെ പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കുക. അതുപോലെ തന്നെ ദിവസം നമ്മൾ ചോദ്യങ്ങൾ ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്ക് വരിക. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്, നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാവണം, അതുപോലെ തന്നെ സമയ നിയന്ത്രണവും ഉണ്ടാവണം. ഇത് രണ്ടിനും വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി നമ്മൾ ചെയ്യേണ്ട ഒരു സംഭവമാണ് വീക്കിലി വൺസ് എങ്കിലും നമ്മുടെ കുട്ടിയെ കൊണ്ട് ഒരു ഫുൾ സെറ്റ് നവോദയ എക്സാംസ് അറ്റൻഡ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. സോ നമ്മൾ എന്തായാലും ഇന്ന് നേടിയെടുക്കും. ഈ പറയുന്ന JNVയിൽ നമ്മൾ അഡ്മിഷൻ നേടിയെടുക്കും. സോ RK ജൂനിയർ ടീമിന്റെ കൂടെ നിങ്ങൾക്ക് നേടാനുള്ള അവസരമുണ്ട്. നിങ്ങൾക്ക് താഴെ കാണുന്ന ലിങ്ക് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൽ കൂടുതൽ വിവരങ്ങൾ അറിയാനും വേണ്ടിയിട്ട് താഴെ കാണുന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നിങ്ങളെ പേര് രജിസ്റ്റർ ചെയ്താൽ മതി. സോ നിങ്ങൾക്ക് ഇതുപോലത്തെ അപ്ഡേറ്റ്സിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇറ്റ്സ് മീ സെനിൻ വാടകൻ സൈനിങ് ഓഫ് ഫ്രം RK Next. ബൈ, സീ യു ലേറ്റർ.